നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നമ്മുടെ 2020 ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 സീരീസ് നടക്കാൻ പോവുകയാണ് ഈ ഏകദിനത്തിന് ശേഷം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഈ ODI പരമ്പര ഇന്ത്യ തൂക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്നത്തെ ODI പരമ്പര സ്വന്തമാക്കാം. ഗംഭീർ ഒരു വലിയ ആശ്വാസവും ടെസ്റ്റ് മത്സരം വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന ഇന്ത്യക്ക് മുന്നിലേക്ക് ഒരു ODI സീരീസ് ജയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം. IDFC ഫസ്റ്റ് ബാങ്ക് ODI സീരീസ് ആണിത്. ആ സീരീസ് ജയിക്കാൻ സാധിച്ചാൽ ഗംഭീർ ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും എന്നത് അവിടെ നിൽക്കട്ടെ. കാരണം ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആ ODI സീരീസ് കിട്ടി. നമുക്ക് സംസാരിക്കാനുള്ളത് 2020 ആണ്. 2020 എവിടെയാണ്? 5 അടുത്ത് നടക്കുന്ന കട്ടക്, മുള്ളൻപൂർ, ധർമ്മശാല, ലക്നൗ, അഹമ്മദാബാദ് ഈ 5 സ്ഥലങ്ങളിൽ നടക്കുന്ന T20 മത്സരങ്ങളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ 5 T20 മത്സരങ്ങളും വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി 2020 മത്സരങ്ങളാണെങ്കിൽ ഓപ്പണിംഗ് ആര്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചോദ്യം. നമുക്കറിയാം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴുത്ത് വേദന കാരണം അദ്ദേഹം എന്തായാലും 2020 പരമ്പര കളിക്കില്ല. അപ്പോൾ സാധ്യത ആർക്ക്? സഞ്ജു സാംസണ് സാധ്യതയുണ്ടോ? തീരെയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയാനുള്ളത്. സഞ്ജു സാംസണ് ഇത്തവണത്തെ 2020 പരമ്പരയിൽ ഇടം കിട്ടാനുള്ള സാധ്യത വിരളമാണ്, കുറവാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചിലപ്പോൾ 15 അംഗ സ്ക്വാഡിലൊക്കെ സഞ്ജുവിന് കിട്ടിയിരിക്കാം. പക്ഷേ സഞ്ജുവിന് മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. 2 പേരിലേക്കാണ് അല്ലാതെ പോകുന്നത്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് 2 പേരുകളാണ്. ഒന്ന് ഋതുരാജ് ഗെയ്ക്വാദ്, മറ്റൊന്ന് യശസ്വി ജയ്സ്വാൾ. ഈ 2 പേരിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നത് വേണം തന്നെ സംസാരിക്കാൻ. ആ രീതിയിലേക്ക് തന്നെയാണ് കളികളും പോകുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് ആവട്ടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമ്പോൾ പോലും 70 മത്സരങ്ങളിൽ IPL 70 മത്സരങ്ങളിൽ ഏകദേശം 60 മത്സരങ്ങളോളം അദ്ദേഹം ഓപ്പണറായിട്ട് തന്നെയാണ് കളിക്കുന്നത്. അദ്ദേഹം ഓപ്പണിംഗ് സ്ഥാനത്ത് വേണ്ടി തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദ് പൊസിഷൻ ചെയ്തിരിക്കുന്നതും എന്നതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ഓപ്പണിംഗ് പൊസിഷൻ സ്ലോട്ട് ഉറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹമുള്ള ഡൊമസ്റ്റിക് മത്സരങ്ങളെല്ലാം തന്നെ ഋതുരാജ് ഗെയ്ക്വാദ് ഈ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് പിടിച്ചു വെച്ചേക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗെയ്ക്വാദിന് വലിയ സാധ്യതകൾ ഉള്ളതുപോലെ തന്നെയാണ് യശസ്വി ജയ്സ്വാളിനും അവിടെ അവസരങ്ങൾ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. ഋതുരാജ് ഗെയ്ക്വാദ് ആവട്ടെ ഈ ODI സീരീസിലും അദ്ദേഹം ഉണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ 4ാം പൊസിഷനിലാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഇറങ്ങിയത്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഗെയ്ക്വാദിനെ പരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ചോദ്യം കൂടിയാണ്. ഇന്ത്യൻ 4-ൽ ഇറങ്ങിയ ഋതുരാജ് ഗെയ്ക്വാദിന് പക്ഷേ 14 പന്തുകളിൽ നിന്നും 8 റൺസ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ടീമിൽ സ്ലോട്ട് കിട്ടുന്നതോടുകൂടി തന്നെ T20 ആ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഋതുരാജ് ഗെയ്ക്വാദ് ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരെ മറിച്ച് യശസ്വി ജയ്സ്വാളിൻ്റെ ഏറ്റവും പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ എന്നത് തന്നെയാണ്. യശസ്വി ജയ്സ്വാൾ തുടക്കം മുതൽ തന്നെ ഗംഭീരമായൊരു സ്റ്റാർട്ട് നൽകാൻ കഴിവുള്ള ഒരു താരവും കൂടിയാണ്. മാത്രമല്ല ഇടം കയ്യനാണ്. ആ ഉള്ള എല്ലാ സാധ്യതകളും മുതലെടുക്കാനുള്ള സാധ്യതകൾ കൂടി യശസ്വി ജയ്സ്വാളിൻ്റെ മുന്നിൽ ഉണ്ട് താനും. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ്, യശസ്വി ജയ്സ്വാൾ ഈ 2 പേരിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ജു ഇസ് ഔട്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മൾ പറയട്ടെ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ODI മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടീമിനെ തയ്യാറെടുത്തപ്പോൾ പോലും സഞ്ജു സാംസൺ അവസരം കൊടുക്കാത്തതിൽ നമ്മൾ എല്ലാവരും നമ്മുടെ വിമർശനം അറിയിച്ചതാണ്. പ്രത്യേകിച്ച് 2023 ഡിസംബറിൽ അവസാനത്തെ ഏകദിനം കളിച്ച സഞ്ജു സെഞ്ചുറി നേടിയിട്ടാണ് പോയത്. 108 റൺസാണ് സഞ്ജുവിൻ്റെ അവസാനത്തെ ആ നേട്ടം. അതിനുശേഷം ഒരൊറ്റ ഏകദിന മത്സരം സഞ്ജുവിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ആ ഒരു ഫാക്ടർ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തത്. ആ ഫാക്ടർ മുന്നിൽ നിൽക്കുമ്പോഴാണ് 2020 സീരീസിലും സഞ്ജു സാംസൺ ഇടം കിട്ടാതെ പോകുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഹാർദിക് പാണ്ഡ്യ ചിലപ്പോൾ T20 മത്സരങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സ്ലോട്ട് മിഡിൽ ഓർഡർ സ്ലോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഹാർദിക് പാണ്ഡ്യയും കൂടി രംഗത്തെത്തുന്ന ഒരു സാധ്യതയും കൂടിയുണ്ട്. ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ല് മാറി നിൽക്കുമ്പോൾ പോലും ഹാർദിക് പാണ്ഡ്യയെ പോലൊരു വ്യക്തി T20 ടീമിലേക്ക് ഇടം പിടിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും കൂടിയാണ്. ആ സ്ലോട്ടിൽ ഹാർദിക് പാണ്ഡ്യ എത്തുന്നത് ആശ്വാസകരമാണെന്ന് കൂടി പറയേണ്ടി വരും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആവട്ടെ ഏഷ്യ കപ്പിലെ ഫൈനൽ മിസ് ചെയ്യുന്നു. ഓസ്ട്രേലിയയുമായിട്ടുള്ള 5 മത്സര സീരീസും ഹാർദിക്കിന് മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ തൻ്റെ ഫിറ്റ്നസ് ലെവൽ വീണ്ടും തിരികെ എടുക്കാൻ SMATL സയ്യദ് മുസ്തഖ് അലി ട്രോഫിയിൽ പഞ്ചാബിനെതിരെ ഹാർദിക്ക് തൻ്റെ എല്ലാ ഫിറ്റ്നസ്സും തിരികെ പിടിക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൊണ്ട് തന്നെ സെലക്ടേഴ്സ് അത് കണ്ടില്ല എന്ന് നടിക്കില്ല. അജിത് അഗർക്കർ ഉൾപ്പെടെ വന്ന സെലക്ഷൻ കമ്മിറ്റി അത് കണ്ടില്ല എന്ന് നടിക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ അവരുടെ പൊന്നോമന് മുത്തും കൂടി ആകുമ്പോഴേക്കും തിരികെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടവും കൂടിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ വിൽ ബി ബാക്ക് ഇൻ ദ ടീം.
ഹാർദിക് പാണ്ഡ്യ കൂടി ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ ആ സ്ലോട്ടോടെ പോയി, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് മാറി മിഡിൽ ഓർഡർ സാധ്യതയ്ക്ക് എങ്കിലും സഞ്ജുവിനെ ഫൈറ്റ് ചെയ്യാമായിരുന്നു. ഹാർദിക്കും കൂടെ വരുന്നതോടുകൂടി ആ മിഡിൽ ഓർഡർ സാധ്യതയും പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത് സഞ്ജുവിന് ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നിൽക്കുന്നത്. IPL-ൽ നമുക്കറിയാം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ട്രേഡാണ്, IPL ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ട്രേഡാണ് നമ്മൾ കണ്ടത്. രവീന്ദ്ര ജഡേജയും സാം കറണെയും രാജസ്ഥാനിലേക്ക് കൊടുത്ത് രാജസ്ഥാനിൽ നിന്ന് സഞ്ജു സാംസണെ മാത്രമായി ചെന്നൈ സൂപ്പർ കിങ്സ് പിക്ക് ചെയ്യുമ്പോൾ പോലും ചെന്നൈയുടെ ടീം മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊരു ഓപ്പണർ തേവപ്പെടുത്, അതായത് അവർക്കൊരു ഓപ്പണറിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ട്രേഡിലേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെന്നൈ കളിച്ച കളി എന്നുള്ളതാണ് ചെന്നൈയുടെ തന്നെ മാനേജ്മെൻറ്റ് മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സാഹചര്യത്തിൽ സഞ്ജു എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 2020 ബാറ്ററാണ്, പ്രത്യേകിച്ച് ഒരു ഓപ്പണറാണ് എന്നുള്ളതും കൂടി നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രവീന്ദ്ര ജഡേജ 2023 ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഫൈനലിൽ 2 പന്തിൽ 10 റൺസ് മാത്രം ബാക്കി നിൽക്കെ മോഹിത് ശർമ്മയെ ലോങ് ഓണിലേക്ക് ഒരു 6 അടിച്ചതും അതിനുശേഷം ഫൈനൽ ലെഗിലൂടെ ഒരു 4 അടിച്ചതും ഒക്കെ നമ്മുടെ മുന്നിലുള്ള ഓർമ്മകളാണ്. അങ്ങനെയുള്ള രവീന്ദ്ര ജഡേജയും സാം കറൺ എത്രമാത്രം ഹാൻഡി ആയിട്ടുള്ള ഓൾറൗണ്ടറാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നാളിതുവരെയും ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും 2 കീ പ്ലേയേഴ്സിന് കൊടുത്തിട്ടാണ് സഞ്ജുവിനെ കൊണ്ടുവരുന്നത്. ദി IPL മാനേജ്മെന്റ് ആൻഡ് ദ ഫ്രാഞ്ചൈസ് നോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് സഞ്ജു സാംസൺ ഇസ് ആസ് എ T20 പ്ലെയർ ഫോർ ദി IPL ഫ്രാഞ്ചൈസസ്. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ ടീമിന് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യം കൂടെ നിൽക്കുകയാണ്. ODI ടീമിൽ സഞ്ജുവിനെ ഇടം പിടിക്കാത്തതിൽ നീതി നിഷേധമാണ്, അതിനകത്ത് പിന്നിൽ കളികളുണ്ട് എന്നുള്ളത് ചോറ് തിന്നുന്ന മലയാളികൾക്കുൾപ്പെടെ ചപ്പാത്തി കഴിക്കുന്ന ഹിന്ദിക്കാർക്ക് വരെ അതറിയാം. എന്നാൽ പോലും ആരും ഒരു അക്ഷരം മിണ്ടില്ല. കാരണം അവിടെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും, ആ രീതിയിലേക്ക് കളികൾ പോകുകയുള്ളൂ എന്നുള്ള അവരുടെ ധാരണകൾ പൊളിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ T20 ക്രിക്കറ്റിൽ വേർ സഞ്ജു സാംസൺ ഇസ് ദ കിങ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിൽ പോലും അദ്ദേഹത്തിന് ഇടം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ കളികൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ചെറുതൊന്നും അല്ല ആടി ഉലയാൻ പോകുന്നത്. ഈ കപ്പൽ ആടി ഉലഞ്ഞ് മറിഞ്ഞ് തകിടം മറിയാൻ പോകുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറും. ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ ഇന്ത്യയുടെ നാശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 53 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ത്യക്ക് ഇത്രയും നാണം കണ്ടൊരു തോൽവി ഉണ്ടായിട്ടില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രയും അമ്പേ പരാജയമായിട്ടൊരു ഇന്ത്യൻ ടീമിനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. കാരണം T20 കളിക്കുന്നവരെയും ODI കളിപ്പിക്കുന്നവരെയും വിളിച്ച് റെഡ് ബോൾ ക്രിക്കറ്റ് കളിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഗംഭീർ അതിന് പേരിൽ പല കാര്യങ്ങളും പറയും, ഞാൻ ട്രൈ ചെയ്തതാണ്, ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്, ഞാൻ ഇങ്ങോട്ട് മറിച്ചതാണ്. ഒന്നുമല്ല, ഗംഭീറിൻ്റെ ടാക്ടിക്സ് അമ്പേ പരാജയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ODI ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വലിയ രീതിയിൽ തിളങ്ങിയില്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ തിളങ്ങേണ്ട സാഹചര്യവും കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നിൽക്കുമ്പോഴേക്കും വളരെ നിർണായകമാണ് ഗൗതം ഗംഭീറിൻ്റെ ആ സ്ഥാനവും. പക്ഷേ ഗൗതം ഗംഭീറിൻ്റെ സീറ്റൊന്നും ആടി ഉലയാൻ പോകുന്നില്ല കേട്ടോ. കാരണം ടെസ്റ്റ് മത്സരത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയുടെയും കൂടെ വൈറ്റ് വാഷ് അടിച്ചതിന് ശേഷം പോലും ഗൗതം ഗംഭീറോട് ആ കസേരയിൽ നിന്ന് ഒഴിയേണ്ട മോനെ അവിടെ ഇരുന്നോ എന്നുള്ളതാണ് BCCI പറഞ്ഞിരിക്കുന്നത്. പിന്നിൽ പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലായിരിക്കാം, അറിയില്ല. അത് വെറും റൂമർ ആയതുകൊണ്ട് നമ്മൾ അതിന് പിന്നിൽ ചർച്ച ചെയ്യുന്നതുമില്ല. പക്ഷേ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ഓക്കെ അല്ല, ഈ പ്ലേസ് ഓക്കെ അല്ല, ഇവിടെ പ്രശ്നങ്ങളാണ്. അത് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും ഒരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ വിരാട് കോഹ്ലി പങ്കെടുത്തില്ലെങ്കിൽ അത് ഡ്രസ്സിംഗ് റൂമിൻ്റെ റാപ്പ് ശരിയല്ല എന്നത് തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം, T20 വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഓരോ പ്ലേയേഴ്സിനും ബെസ്റ്റ് ഫീൽഡർ അവാർഡൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇന്ത്യൻ ടീം തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു റാപ്പോ? ആ ഡ്രസ്സിംഗ് റൂം വീഡിയോസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? എല്ലാവരും ചിരിച്ച് സന്തോഷിച്ച് എല്ലാവരും ആസ് എ വൺ യൂണിറ്റ് എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പേജിൽ FB പേജിലോ Instagram പേജിലോ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടോ? സാക്ഷി നിർത്തി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സാക്ഷി നിർത്തി ഗൗതം ഗംഭീറിന് ഇതുപോലെ ഒരു അവാർഡ് ദാന ചടങ്ങ് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന ഫേസ്ബുക്ക് പേജിനോട് ഞാൻ BCCയോട് ഉൾപ്പെടെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവില്ല. കാരണം എനിക്ക് അഭിനയിച്ച് നിൽക്കണം നിങ്ങൾ, അല്ലാതെ നിങ്ങൾക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. എവ്രി വൺ ആസ് എ ടുഗെദർ, ആ ടുഗെദർനെസ് കാണാം. അതായിരുന്നു ഇന്ത്യൻ ടീം. അത് അധികം നാളൊന്നും പോകണ്ട, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയാൽ മതി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ മതി, വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ മതി. അങ്ങനെയുള്ള ഇന്ത്യൻ ടീമാണ് ഇപ്പോൾ ഒരു റാപ്പോ ഇല്ലാതെ ഒരു സാഹചര്യത്തിലേക്ക്, ദയനീയ സാഹചര്യത്തിലേക്ക് മാറുന്നതെന്നൊരു സാഹചര്യം വരുമ്പോഴാണ് സഞ്ജു സാംസന്റെ പ്ലേസും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. T20 ടീമിൽ സഞ്ജു സാംസൺ ഇടം നേടാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭയം, ഭക്തി, ബഹുമാനം.
മലയാള സിനിമയിലെ 2025 ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ്, ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന പ്രോജക്റ്റ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന കോംബോ വരാൻ പോകുന്ന സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ഹൈലി ഡിമാൻഡ് ചെയ്യാൻ പോകുന്ന സിനിമ, അങ്ങനെ 100 വിശേഷണങ്ങളുണ്ട്. ഭയം, ഭക്തി, ബഹുമാനം എന്ന സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ. ദിലീപ് കേസ് ഒക്കെ മാറ്റിവെക്ക്, നമ്മൾ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല. ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ച് മാത്രമാണ്. ഭയം, ഭക്തി, ബഹുമാനം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് മലയാളികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സക്സസ് സെലിബ്രേഷനിലും ഒക്കെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ, ഇതിന്റെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയെ പറ്റി വാചാലരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ധ്യാനും ദിലീപും പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. ഇരുവരും ഒരുമിച്ചുള്ള ഇന്റർവ്യൂസിൽ പോലും ദിലീപിന്റെ ഒരു സ്ട്രോങ് കംബാക്ക് ആയിരിക്കും ബബ്ബ എന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ വാക്കുകൾ വളരെ നിർണായകമായിട്ടും ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. വരാൻ പോകുന്നത് 18-ാം തീയതിയാണ്. ഇനി കാത്തിരിക്കാൻ വെറും 15 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളുകളായിട്ടുള്ള മലയാളികളുടെ കാത്തിരിപ്പും കൂടിയാണ് ഈ സിനിമ. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ താരങ്ങൾക്കാൾ ഉപരി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ലാലേട്ടൻ ദിലീപ് കോമ്പിനേഷൻ തന്നെയാണ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 2025 വളരെ നിർണായകമായ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വർഷം, വളരെ സന്തോഷം നിറഞ്ഞ വർഷം, റെക്കോർഡുകൾ തകർത്താടിയ വർഷം, തൂത്തുവാരിയ വർഷം എന്നൊക്കെ വിളിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കണ്ടിട്ട് കുറേ നാളെ ചൈന ടൗണും ക്രിസ്ത്യൻ ബ്രദേഴ്സും 2020 ഒക്കെ തന്നെ ഈ ലാലേട്ടൻ ദിലീപ് കോമ്പിനേഷനിലൊക്കെ നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ എടുത്തു വീണ്ടും ഈ കോംബോ ഒന്ന് തിരിച്ചു വരാനായിട്ട്. ആ കോംബോയാണ് 2025 ഡിസംബർ 18-ാം തീയതി നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ബബ്ബയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ഒരു കോംബോ തന്നെയാണ്. ദിലീപിന് വളരെ നിർണായകമായ ഒരു സിനിമയാണ് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ദിലീപ് ഇപ്പോൾ നിലവിൽ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നത് D152 എന്ന സിനിമയാണ്. ഷാജി കൈലാസിന്റെ മകനായ ജഗൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു റിവെഞ്ച് ത്രില്ലർ സിനിമയിലാണ് ദിലീപ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ കരിയർ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക, അതിന്റെ ഷേപ്പിംഗ് എങ്ങനെയായിരിക്കണം, ബിസിനസ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെയൊക്കെ ഏറ്റവും നിർണായകമായ വെല്ലുവിളിയും കൂടി ഉയർത്താൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ബ. ഇതാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാൻസിന്റെ ആഘോഷത്തെക്കുറിച്ചാണ്. ദിലീപ് ആരാധകർ, മോഹൻലാൽ ആരാധകർ, ധ്യാൻ ശ്രീനിവാസ് ആരാധകർ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു ആഘോഷവും കൂടിയായിരിക്കും ബബ്ബ. സാധാരണയായി ഇതുപോലുള്ള എന്റർടൈൻമെന്റ് പടങ്ങൾ, ഇത്രയും വലിയ ഹൈപ്പിൽ റിലീസാവുന്ന സിനിമകൾക്കൊക്കെ ഫാൻ ഷോകളുണ്ടാവും. ഇത്തവണയും ഫാൻ ഷോ ഉണ്ട്. ബബ്ബയുടെ ഫാൻ ഷോ 9 മണിക്കാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 8 മണിന്നുണ്ടായിരുന്നു, 7 മണിന്നുണ്ടായിരുന്നു, 6 മണിന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ഏർലി ആയിട്ടുള്ള ഫാൻ ഷോകളൊന്നും തന്നെ തുടങ്ങുന്നില്ല. സാധാരണ പോലെ തന്നെ 9 മണിക്ക് ചാർട്ട് ചെയ്യുക. സാധാരണ 10 മണി 11 മണിക്കൊക്കെയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഷോകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ 11:15 11:30 പിന്നീട് അത് 10 മണിയായി മൾട്ടിപ്ലെക്സുകളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ 9 മണിക്കാണ് ഈ ഫാൻ ഷോ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. 9 മണിക്കാണ് ബബ്ബയുടെ ഫാൻ ഷോ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായ പല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോകൾ ഉണ്ടായിട്ടുള്ള ഒരു താരമുണ്ടെങ്കിൽ അത് നടൻ മോഹൻലാലിൻ്റെ ഫാൻ ഷോസ് തന്നെയാണ്. പക്ഷേ അതിരാവിലെ ഹർത്താൽ ദിനത്തിൽ രാവിലെ 5 മണിക്ക് ഒടിയൻ കാണാൻ പോയതും അർദ്ധരാത്രി 12 മണിക്ക് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം കാണാൻ പോയതും ഒക്കെ മോഹൻലാൽ ആരാധകർ അങ്ങനെ വേഗത്തിലൊന്നും മറക്കില്ല. ഈ 2 സിനിമകളും വലിയ തിരിച്ചടി തന്നെയാണ് ലാലേട്ടൻ ആരാധകർക്ക് കിട്ടിയത്. അതിന് പിന്നാലെയാണ് ഈ വെളുപ്പാങ്കാലത്തുള്ള ഫാൻ ഷോയും ഈ 5 മണി 6 മണിക്കൊക്കെ ഈ സൂര്യൻ വരുന്നതിന് തൊട്ടുമുള്ള ഫാൻ ഷോ ഒന്നും വേണ്ട എന്ന് വെക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയത്. വേണ്ട, പതുക്കെ മതി, 9 മണിക്ക് ആളുകൾ പതുക്കെ എണീറ്റ് തിയേറ്ററിലേക്ക് വന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പല അണിയറ പ്രവർത്തകർ എത്താനുള്ള കാരണം ഇതുപോലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബബ്ബ പോലൊരു സിനിമയ്ക്ക് അത്രയധികം ഹൈപ്പ് വരുന്നതും സാധാരണ പോലെ തന്നെ ഫാൻ ഷോ ചാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തത്. ഒരുപാട് സ്പെക്കുലേഷൻസ്, റൂമേഴ്സ് ഒക്കെ കറങ്ങി നടക്കുകയാണല്ലേ. പ്രത്യേകിച്ച് പോസ്റ്ററിൽ തന്നെ അവർ ഗില്ലി യൂണിവേഴ്സിന്റെ മെൻഷൻ ചെയ്യുമ്പോഴേക്കും വേറൊരു നടനുണ്ടോ ഈ സിനിമയിൽ? ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ? ഗില്ലി സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടൻ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ആശിഷ് വിദ്യാർത്ഥി ഉണ്ടോ? പ്രകാശ് രാജ് ഉണ്ടോ? വിജയ് ഇല്ല. അങ്ങനെ ഏതെങ്കിലും താരം ഉണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവർ പോസ്റ്ററിൽ തന്നെ ഒഫീഷ്യലി ഗില്ലി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഹൈപ്പ് ചെറുതൊന്നുമല്ല. നമ്മൾ ആ ഒരു TN5900 എന്ന് പറയുന്ന ആ ജീപ്പിൻ്റെ വണ്ടി നമ്പർ ഉണ്ടല്ലോ, ആദ്യത്തെ പോസ്റ്ററിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ സമയത്ത് ബബ്ബയിൽ ടീം അനൗൺസ് ചെയ്തപ്പോൾ പോലും ഈ ജീപ്പ് ആളുകൾ പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഈ വണ്ടി നമ്പർ പിടിച്ചതാണ്. ഈ വണ്ടി നമ്പർ വേലെന്ന് പറഞ്ഞാൽ ഗില്ലിയിൽ വിജയുടെ പേര്, ആ വേലിൻ്റെ ജീപ്പാണ്, വേല് അടിച്ചുകൊണ്ട് പോകുന്ന ജീപ്പാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ സ്പെക്കുലേഷൻസ്. ആ ഹൈപ്പ് കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതായിരുന്നു ഒഫീഷ്യലി അവർ ഗില്ലി യൂണിവേഴ്സ് എന്ന് പോലും പോസ്റ്ററിൽ അടിച്ചത്. കൂട്ടത്തിൽ ലോർഡ് എന്ന് പറഞ്ഞ് അവർ പോസ്റ്ററിൽ ഒരു സൈഡിലുണ്ട്. ആ ലോർഡിലെ എല്ല് വലിപ്പത്തിലാണ്. ആ എല്ല് ലാലേട്ടൻ്റെ എല്ലാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ലോർഡായിട്ട് ലാലേട്ടൻ എത്തുമ്പോൾ ഭഗവാൻ ലോർഡ് ലാലേട്ടൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊന്നും അറിയത്തില്ല.
ഒരുപാട് ഹൈപ്പാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോന്നോരോന്ന് സംസാരിക്കുന്നത്. അതാണ് ഒരു തരത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു റൂമർ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടൻ്റെ ടൈറ്റിൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെ അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രി ലാലേട്ടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കൊടുത്ത സമയത്ത് ഒരു പേര് വരച്ചിരുന്നു, ദ റിയൽ OG മോഹൻലാൽ ജി എന്ന് പറഞ്ഞായിരുന്നു അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രി ലാലേട്ടനെ ഡയസിലേക്ക് ക്ഷണിക്കുന്നത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ആ ദ റിയൽ OG മോഹൻലാൽ ജി എന്ന് പറയുന്ന സാധനം ദ റിയൽ OG എന്നുള്ള ടൈറ്റിൽ കാർഡാണോ ലാലേട്ടൻ എത്താൻ പോകുന്നതെന്നൊന്നും അറിയാം. അങ്ങനെ വല്ലതും ആണെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. സാധാരണ ഞാൻ പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരാറില്ല, പക്ഷേ ഞാൻ ഈ കാര്യം പറയുമ്പോൾ പോലും എനിക്ക് രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ആ തിരശീലയിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്രിനാലിൻ റഷ് ആസ് എൻ ഓഡിയൻ ഊഹിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇത്രയും ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഹൈപ്പൊക്കെ ഭീകരമാണ്, അതിഭീകരമായ ഹൈപ്പാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈപ്പല്ല, ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുക. അത് ചിലപ്പോൾ ഒഫീഷ്യലി വരുന്നു, ചിലപ്പോൾ അൺഒഫീഷ്യലി വരും. പക്ഷേ ആലോചിച്ച് നോക്കുക, ഒരു നവാഗതനായ സംവിധായകനാണ് ധനഞ്ജയ് ശങ്കർ. ഫഹിം ആവട്ടെ, ഫഹിം മധുരം എന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ഫഹീമിൻ്റെ രണ്ടാമത്തെ സ്ക്രിപ്റ്റാണിത്. ഫഹീമും നൂറിനും ചേർന്ന് എഴുതുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റാണിത്. അങ്ങനെ തുടക്കക്കാരാണ്. ഈ തുടക്കക്കാരുടെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയും അധികം ആവേശം കൊണ്ടുവരണമെങ്കിൽ അതിന് പിന്നിൽ രണ്ട് വ്യക്തികളേ ഉള്ളൂ. അതൊന്ന് ലാലേട്ടനും ഒന്ന് ദിലീപുമാണ്. അതിനകത്ത് തർക്കമൊന്നും. ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത്രയധികം ഹൈപ്പ് ഇതിനകത്ത് വരുന്നത്. ആ ഹൈപ്പിന് മേലിൽ തന്നെയാണ് ആളുകൾ ഇത്രയധികം വെയിറ്റിങ്ങിൽ നിൽക്കുന്നത്. ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതാന്നേ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളാണ്. പിന്നെ കേട്ടൊരു റൂമർ, കലാഭവൻ മണി എന്ന നായക നടൻ, ഗായകൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മണിച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന കലാഭവൻ മണിയുടെ ഗാനമായ സോനാ സോന എന്ന ആ പാട്ട്, ബെൻ ജോൺസൺ സിനിമയിലെ സോനാ സോന പാട്ട്, അത് സംഗീത സംവിധാനം ചെയ്തത് ദീപക് ദേവാണ്. ആ പാട്ട് ഈ സിനിമയിൽ ഉണ്ടെന്നും ആ പാട്ടിൽ ദിലീപും ലാലേട്ടനും ഒരുമിച്ച് ഡാൻസ് ചെയ്യും എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇതുപോലത്തെയൊക്കെ ഐറ്റങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഈ കേൾക്കുന്ന ഐറ്റങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതെല്ലാം വർക്കാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് വളരെ ആശങ്ക ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ലോജിക്കില്ലായ്മ ഇത് പലപ്പോഴായി ഈ അണിയറ പ്രവർത്തകർ നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ ലോജിക്ക് നോക്കരുത്. പക്ഷെ എന്നാലും എന്താ പറയുക, നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയും, ഇതിനകത്ത് അവർ ലോജിക്ക് നോക്കും. തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നുള്ള ലോജിക്കുകൾ നോക്കും. അത് സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള നല്ല ഭയമുണ്ട്. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല. പക്ഷെ അവർ പോസ്റ്ററിലും ഒഫീഷ്യലി നടക്കുന്ന എല്ലാ പോസ്റ്റിലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, നോ ലോജിക് ഓൺലി മാഡ്നസ്. അതിനകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, നോ ലോജിക്കിൻ്റെ എല്ല് കുറച്ച് വലുതാണ്, വേറെ കളറാണ്. ഓൺലി മാഡ്നസ്സിലെ ഡി വേറെ കളറാണ്. ആ എല്ല് ലാലേട്ടനും ഡി ദിലീപിനുമാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് ഹിൻസ് ഒക്കെ അവർ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പല കഥകൾ പലതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിറ്റ്നസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആരാധകർ നിൽക്കുമ്പോഴാണ് 18-ാം തീയതി ഏറ്റവും നിർണായകമായ ആ ഒരു സിനിമ വരാൻ പോകുന്നത്. ബോക്സ് ഓഫീസിനൊക്കെ ഇളക്കി മറിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്ന, കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് മാറുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ട ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ഏതായിരിക്കും? ഞാൻ കണ്ട വീഡിയോ ഞാൻ പറയാം, ദൃശ്യം 3യുടെ ഒഫീഷ്യൽ പാക്കപ്പ് വീഡിയോ ആണ്. ആ പാക്കപ്പ് വീഡിയോയിൽ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് ലാലേട്ടൻ നടന്ന് സംവിധായകനായ ജീത്തു ജോസഫിൻ്റെ അരികിലേക്ക് വരികയാണ്. ജീത്തു ജോസഫ് സ്പോട്ട് എഡിറ്ററിൻ്റെ മോണിറ്ററിൽ നോക്കിയിട്ട് ഷോട്ട് നോക്കിയിട്ട് എഴുന്നേറ്റ് നോക്കിയിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് 2 കൈയും കവിളി പിടിച്ച് വളരെ ഞെട്ടലോടെ ഒരു കൊച്ചുകുട്ടി ആ ഒരു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ആ സന്തോഷത്തിൽ ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷനുണ്ട്. ആ എക്സ്പ്രഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ തൂക്കിയിരിക്കുകയാണ്, വൈറലായി മാറുകയാണ്. ആ എക്സ്പ്രഷൻ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്നും. ദൃശ്യം 3 ഈസ് ഒഫീഷ്യലി പാക്ഡ് അപ്പ്.
ദൃശ്യം 3 കഴിഞ്ഞു കേട്ടോ. ദൃശ്യം 3 അങ്ങനെ നാളുകൾക്ക് നീണ്ട ഷൂട്ടിങ്ങിന് ശേഷം ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാത്തിരിക്കുകയാണ് എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച്. വരുണിനെ കിട്ടുമോ? വരുണിന്റെ ഡെഡ് ബോഡി കിട്ടുമോ? മുരളി ഗോപിനെയൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല വളരെ വലിയൊരു റൂമർ കറങ്ങി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ താരം ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആ വമ്പൻ താരം മറ്റാരുമല്ല, ബിജു മേനോൻ ഇസ് പാർട്ട് ഓഫ് ദൃശ്യം 3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള റൂമറുകൾ കറങ്ങി നടക്കുന്നുണ്ട്. ഇതുവരെ അതിന് ഒഫീഷ്യലായിട്ടുള്ള കാര്യമോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ റൂമർ പങ്കുവെക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇസ് ബിജു മേനോൻ പാർട്ട് ഓഫ് ദൃശ്യം 3? അങ്ങനെയാണെങ്കിൽ പൊളിക്കും. അങ്ങനെയൊക്കെ വന്നാൽ പൊളിക്കും. ഇപ്പോൾ ബിജു മേനോൻ്റെ അവസാനത്തായിട്ടുള്ള പെർഫോമൻസ് ഞാൻ കണ്ടത് ശിവകാർത്തികേയൻ സിനിമയിലാണ്, മദ്രാസിയിലാണ്. AR മുരുകദോസിൻ്റെ സംവിധാനത്തിൽ ബിജു മേനോൻ വളരെ സെൻട്രിക് ആയിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് അദ്ദേഹം ഗംഭീരമായി പൊളിക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും കഥാപാത്രം, എന്തായിരിക്കും ബിജു മേനോൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒഫീഷ്യൽ പാക്കപ്പ് വീഡിയോയിൽ ശാന്തി മായാദേവിയെ കാണാം, ജിത്തു ജോസഫിനെ കാണാം, ആന്റണി പെരുമ്പാവൂരിനെ കാണാം, മുരളി ഗോപിയെ കാണാം. പിന്നെ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഉള്ളത്. ലിൻഡ ജിത്തു ജോസഫിൻ്റെ ഭാര്യയും കാണാം. അങ്ങനെ എല്ലാവരെയും ഉള്ള ഒരു പാക്കപ്പാണിത്. പക്ഷേ സാധാരണയായി ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയുടെ പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലും കൂടിയാണ്, ആ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. ഇത്രയും അടുപ്പിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ കുറച്ച് റെസ്റ്റ് എടുക്കാം ലാലേട്ട. പക്ഷെ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടൻ നേരെ പറക്കുകയാണ്. പറന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ്? രജനീകാന്തിൻ്റെ അടുത്തേക്ക്. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ കാണാൻ വേണ്ടി മാത്യു പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലാലേട്ടൻ ഇസ് ഗോണ ജോയിൻ ജയിലർ 2 സെറ്റുകളിലേക്ക് ലാലേട്ടൻ പോവുകയാണ് എന്നുള്ള വളരെ നിർണായകമായ ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ട്രൂ ആണ് കേട്ടോ, അത് റൂമർ അല്ല, അത് ഉള്ളതാണ്. അതായത് ദൃശ്യം 3യുടെ ഷൂട്ട് കഴിഞ്ഞ പാടെ ലാലേട്ടൻ നേരെ പോകുന്നത് ജയിലർ 2ൻ്റെ സെറ്റിലേക്ക്. അവിടെ എത്തിക്കാണും. ഷൂട്ട് തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. രജനീകാന്ത് ലാലേട്ടൻ കോമ്പിനേഷൻ വീണ്ടും ആ സമയത്ത് ഉപയോഗിക്കാത്തത് അങ്ങനെ ആ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, ജയിലർ ഇറങ്ങിയ സമയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ തുടരുമിനെ പറ്റിയോ എമ്പുരാനെ പറ്റിയോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് 2023 ജയിലർ റിലീസായ സമയത്ത് ലാലേട്ടൻ്റെ സിനിമകൾ മലയാളത്തിൽ അത്ര വലിയ വിജയങ്ങൾ നേടാതിരുന്ന സമയത്ത് തമിഴിൽ നെൽസൺ ദിലീപ് കുമാർ അവിടെ കൊണ്ടുപോയിട്ട് എന്താ മോനെ എന്ന് പറയിപ്പിച്ച് ലാലേട്ടനെ എങ്ങനെ സിനിമാ സ്ക്രീനിൽ കാണണമെന്ന് നമ്മൾ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു. അങ്ങനെ കാണിച്ചു തന്ന തമിഴ് സംവിധായകനായ നെൽസൺ ദിലീപ് കുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെ ലാലേട്ടനെ പ്രസൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു പോയ ഒരു സമയം കൂടിയായിരുന്നു അത്. ലാലേട്ടൻ വളരെ കുറച്ച് ജയിലറിലുള്ളൂ. ഒന്ന് ലാലേട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂറ്റിയിൽ രജനീകാന്തിനെ കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ക്ലൈമാക്സിലാണ്. 3 ലോറി കൂടി ഇങ്ങനെ പറന്ന് മറിഞ്ഞ് ലാലേട്ടൻ്റെ ഒരു ബാക്ക് ഷോട്ടിൽ ഒരു ലോറി ഫ്രണ്ടിലും മറ്റ് 2 ലോറികൾ സൈഡിലേക്കും പറന്ന് വീഴുന്ന കാഴ്ച. എന്താ ഫ്രെയിം! അതിൻ്റെ കൂട്ടത്തിൽ അനിരുദ്ധിൻ്റെ മാത്യു എന്നുള്ള BGM കൂടെ വരുമ്പോഴേക്കും തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ട് എനിക്കറിയാം എന്തായിരുന്നു തിയേറ്ററിൽ ആ ഒരു എക്സ്പ്ലോഷൻ എന്നത്. അങ്ങനെ കണ്ടിരുന്ന ആ ഒരു സീക്വൻസിനെ വീണ്ടും കൊണ്ടുവരിക, വീണ്ടും ആ കോംബോ കൊണ്ടുവരിക. എന്തായിരിക്കാം ജയിലർ 2 ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് നന്ദമുരി ബാലകൃഷ്ണ ഈ സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നെന്നും പിന്നീട് ഓപ്റ്റ് ഔട്ട് ആയി എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അറിയില്ല, അതിനെപ്പറ്റിയും വലിയ ധാരണകളൊന്നുമില്ല. നിങ്ങളും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്താണ് ജയിലർ 2 മാത്യുവിൻ്റെ റോള്? എന്തിനാണ് മാത്യു വരുന്നത്? വീണ്ടും ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെ മാത്യു എന്ന സുഹൃത്ത് പോകും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ദൃശ്യം 3യുടെ കണ്ടിന്യൂറ്റി പോലെ ജയിലർ 2ലേക്കും കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നും വേണം തന്നെ പറയാം. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ സംസാരങ്ങളും പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്താണ് ഈ സിനിമയിൽ വീണ്ടും അണിയറയിൽ ഒളിപ്പിച്ചു വെക്കുന്നത്? നെൽസൺ ദിലീപ് കുമാർ വീണ്ടും ജയിലർ ഉണ്ടാക്കിയ അതേ ഹിറ്റ് സ്ട്രീക്ക് ജയിലർ 2ലേക്ക് വരും. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ ഹിറ്റിൻ്റെ 2ാം ഭാഗം ഒരുക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നുമല്ല. ആ പരിപാടി ക്ലിയർ ആയിട്ട് വർക്കായാൽ അത് വർക്കായി. അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ജയിലർ 2ന് വേണ്ടിയിട്ട്. ജയിലർ ഉണ്ടാക്കിയ അതേ ഓളം ജയിലർ 2നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി 2025 മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ തുടരും ഹിന്ദിയിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. അത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു ഹിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബോളിവുഡുകാർ. അവരിതാ കൊണ്ടുപോയി അവിടെ വീണ്ടും റീമേക്ക് ചെയ്ത് അത് വീണ്ടും കൊണ്ടുവരികാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ഹൈവാൻ പോലൊരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത് സൈഫ് അലി ഖാനും അക്ഷയ് കുമാറും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഹൈവാൻ ആവട്ടെ ഒപ്പത്തിൻ്റെ റീമേക്കാണ്. ആ ഒപ്പത്തിൻ്റെ റീമേക്കിൽ ഹൈവാനിൽ മോഹൻലാലും ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലായി കഴിയുകയും ചെയ്തു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ.
അങ്ങനെ ഈ ബോളിവുഡ് സിനിമകൾ ഇങ്ങനെ ഈ റീമേക്ക് വുഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഇൻഡസ്ട്രി ഒരു ഹിറ്റ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അവർക്ക് ആ റൈറ്റ്സ് വാങ്ങിയിട്ട് തിരിച്ച് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഹിന്ദിയിൽ അവർക്ക് ഏറ്റവും വലിയൊരു ആവശ്യം തരുൺ മൂർത്തി തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യണം, ഹിന്ദിയിൽ പോയി സംവിധാനം ചെയ്യണം എന്നുള്ളതാണ്. നായകനാര്? ഇതാണ് അടുത്ത ചോദ്യം. തുടരും കില്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ അക്ഷയ് കുമാറൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ കമൻറ്റുകളും ട്രോളുകളൊക്കെ വരിക. തുടരും കില്ലാടി. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പല പല ടൈറ്റിലുകൾ വരും. ഒറ്റയാൻ കില്ലാടി, ബെൻസ് കില്ലാടി, അങ്ങനെ പല പല കില്ലാടികളുമായിട്ട് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അക്ഷയ് കുമാർ അല്ല, അജയ് ദേവ്ഗണിലേക്കാണ് സ്ക്രിപ്റ്റ് പോവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഈ അജയ് ദേവ്ഗൺ മോഹൻലാൽ ഫാൻറ്റസി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയാൻ കാരണം ദൃശ്യം പോലൊരു സിനിമയുടെ ഹിന്ദി റീമേക്കിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹിന്ദിയിൽ ശ്രേയാ ശരണും അജയ് ദേവ്ഗണുമാണ് ദൃശ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അജയ് ദേവ്ഗൺ മോഹൻലാൽ ഫാൻറ്റസി അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ സൂചിപ്പിക്കുന്നതാണ് തുടരുമിലേക്കും വരുമ്പോഴേക്കും. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, തരുൺ മൂർത്തി തന്നെയാണ്. തരുൺ മൂർത്തി IFFIയിൽ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് തരുൺ മൂർത്തി തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. തുടരുമിൻ്റെ ഹിന്ദി റീമേക്ക് അണിയറയിൽ ഒരുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും ഹിന്ദിയിൽ നിർമ്മാതാക്കൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും തരുൺ തന്നെ ഇത് സംവിധാനം ചെയ്യണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതായിട്ടാണ് തരുൺ പറയുന്നത്. ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യപ്പെടുന്നത് അജയ് ദേവ്ഗണിൻ്റെ പേരിലേക്കാണ്. കാരണം അജയ് ദേവ്ഗൺ സ്റ്റണ്ട് അറിയാം എന്നുള്ള രീതിയിലേക്ക്. കാരണം ഈ ബെൻസ് ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റും കൂടിയാണല്ലോ ഈ സിനിമയിൽ. അതായത് ലാലേട്ടൻ ചെയ്യുന്ന ബെൻസ് എന്ന കഥാപാത്രം, ഷൺമുഖൻ എന്ന കഥാപാത്രം ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റാണല്ലോ, സിനിമകളിൽ സ്റ്റണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു പശ്ചാത്തലം കൂടി നോക്കിക്കൊണ്ടാണ് അജയ് ദേവ്ഗണിലേക്ക് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ ഇതൊരൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഒന്നും ഒഫീഷ്യൽ അല്ല എന്നതും തരുൺ മൂർത്തി പറയുന്നുണ്ട്. പക്ഷേ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം തുടരും പോലെ ഒരു സിനിമ ഇന്ത്യ ഒട്ടാകെ തന്നെ തരംഗമായി മാറിയ സിനിമ, തിയേറ്ററുകളിൽ ഇവിടെ വലിയ വിജയമുണ്ടാക്കിയ സിനിമ, OTTയിൽ വന്നതിന് ശേഷം അതിലും വലിയ വിജയമുണ്ടാക്കി സംസ്ഥാനങ്ങളൊക്കെ കടന്ന് പോയ സിനിമ, ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചും ഇതിൻ്റെ സ്ക്രിപ്റ്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ അങ്ങേയറ്റം വാഴ്ത്തിയ ക്രിട്ടിക്സിൻ്റെ പോസ്റ്റുകൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 ലാലേട്ടൻ്റെ വർഷമാകുന്നത് തുടരും കാരണം മാത്രമല്ല. ഇപ്പോൾ എമ്പുരാനുണ്ട്, തുടരുമുണ്ട്, റിലീസ് ചെയ്ത 2 സിനിമകളായ ചോട്ടാ മുംബൈയും രാവണപ്രഭുവും മുന്നിലുണ്ട്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന സിനിമകൾ കൂടിയുണ്ട്. ഫാൽക്കെ അവാർഡ് കിട്ടിയത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ 2025 ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഇയർ തന്നെയാണ്. ആ ഡ്രീം ഇയറിനെ വീണ്ടും മാറ്റുകൂട്ടുന്ന രീതിയിലേക്കാണ് ഇതുപോലൊരു സിനിമകൾ, ലാലേട്ടൻ ചെയ്തു വെച്ച സിനിമകൾ മറ്റ് ഭാഷകളിൽ പോയി റീമേക്ക് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നതിന് ശേഷം ഏത് റീജിയണൽ സിനിമകളും നമ്മുടെ മുന്നിലേക്ക് എത്തും വിത്ത് സബ് ടൈറ്റിൽസ്. ഇപ്പോൾ കന്നഡ സിനിമയിൽ, ഇപ്പോൾ കന്നഡയിൽ പേര് കേട്ടൊരു സിനിമ വരികയാണ്. ഇപ്പോൾ ബോളിവുഡിൽ തന്നെ ഹോം ബൗണ്ട് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഉടനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹോം ബൗണ്ട് പോലൊരു സിനിമ തിയേറ്ററുകളിൽ വർക്കായില്ല, പക്ഷേ ആ സിനിമ ഇപ്പോൾ OTTയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഹോം ബൗണ്ട്. ഇപ്പോൾ ആ ഹോം ബൗണ്ട് നമുക്ക് കാണാം, നമുക്ക് ആ കഥ അറിയാം. ഇപ്പോൾ തുടരും പോലൊരു സിനിമയുടെ കഥ നമ്മുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ തന്നെ ആളുകൾക്ക് പകുതി ടേൺ ഓഫ് ആവും. കഥ അറിയാമെങ്കിൽ പിന്നെ ആര് നമ്മുടെ മുന്നിൽ ലാലേട്ടനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് റീപ്ലേസ് ചെയ്യാൻ അജയ് ദേവ്ഗണൊക്കെ കാടേറും കൊമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് ദേവ്ഗണൊക്കെ ആ ജനലിനകത്തൂടെ ചാടാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് വരും. പക്ഷേ അവിടെ വേറെ രീതിയിലായിരിക്കാം തരുൺ പ്ലേസ് ചെയ്യുക. തരുൺ മാത്രമല്ല, ഏത് സംവിധായകനായാലും റീമേക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഒരു ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചാണ്. പക്ഷേ എന്നാൽ പോലും അങ്ങനെയുള്ള സാധ്യതയിലേക്ക് കൊണ്ടുവന്ന് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഗുണകരമാകും എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്തായാലും തുടരും കില്ലാടി ഉടനെ ഉണ്ടാകും. ഹിന്ദിയിൽ സിനിമ റീമേക്ക് ചെയ്യപ്പെടും. അജയ് ദേവ്ഗണാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. തരുൺ ഇത്രയേ പുറത്തു വരുന്നുള്ളൂ. ബാക്കിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് തരുൺ പറയുന്നത്. അങ്ങനെ വൈറൽ സൈഡ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സമാപിക്കുകയാണ്. നാളെ പുതിയൊരു എപ്പിസോഡ്, വിശേഷങ്ങൾ, വാർത്തകൾ എല്ലാമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.